കാർഷിക മേഖലയ്ക്കും സസ്യജാലങ്ങൾക്കും ഭീഷണിയാകുന്ന ആഫ്രിക്കൻ ഒച്ചുകളുടെ വ്യാപനത്തെക്കുറിച്ചും നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ വിശകലനവുമായി ശില്പശാല പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്നു. കിഴക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള ഈ അധിനിവേശ കീടം കേരളത്തിൽ അതിവേഗം വ്യാപിക്കുന്നുണ്ട്. ഉയർന്ന പ്രത്യുൽപാദന ശേഷിയും ഇവയെ ഭക്ഷിക്കുന്ന മൃഗങ്ങളുടെ അഭാവവും അനുയോജ്യ കാലാവസ്ഥയും വ്യാപനത്തിന് കാരണമാവുകയാണ്. സസ്യജാലങ്ങൾക്ക് ഭീഷണിയാകുന്നതിനോടൊപ്പം മെനഞ്ചൈറ്റിസ് രോഗമുണ്ടാക്കുന്ന വിരകളുടെ വാഹകരായും മാറുന്ന ഒച്ചുകൾ വലിയ ഭീഷണി ഉയർത്തുന്നതായി ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ പ്രതീഷ് മാത്യു പറഞ്ഞു. സുവോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസിമിന ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ പല അച്ഛൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് കുതിരപോലുള്ള നമ്മൾ ആദ്യം ഒന്നും മൈൻഡ് ചെയ്യില്ല, നമ്മൾ സുഹൃത്തുക്കളായിട്ട് തന്നെ എല്ലാവരെയും കാണും. പക്ഷേ നമുക്ക് നമ്മുടെ ജീവന്, ജന്തുജീവന്, സസ്യങ്ങൾക്കെല്ലാം അപകടമായി കഴിയുമ്പോഴാണ് നമ്മളതിനെ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, അതായത് സസ്യങ്ങൾ, കീടനാശിനികളൊക്കെ നശിപ്പിക്കുന്ന നമുക്ക് കൃഷികളൊക്കെ അതുപോലെ തന്നെ ഒരു സാധനമാണ് ഈ ഒച്ചു. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ അല്ല, നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് ചെയ്യുന്ന, അതുപോലെ പാലാ മുനിസിപ്പാലിറ്റിക്കും സമീപ പ്രദേശത്തും ഉപകാരപ്പെടണം എന്ന ഉദ്ദേശം അതിനുവേണ്ടി മുൻകൈയെടുത്ത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ വിശദമായിട്ട് പറഞ്ഞു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങളും അതിനെക്കുറിച്ച് ഉള്ള അറിവ് നേടാൻ വേണ്ടി വന്നവരാണ്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാൽവിൻ കാപ്പലിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ ജിമ്മി ജോസഫ് സംസാരിച്ചു. മുത്തോലി ഭരണങ്ങാനം പഞ്ചായത്ത് അംഗങ്ങൾക്കും പാലാ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലേഴ്സിനും സെന്റ് തോമസ് കോളേജിലെയും പാലാ അൽഫോൻസ കോളേജിലെയും സുവോളജി വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളുമായി സഹകരിച്ച് ഒച്ചുകളെ നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിംസ് ജോണും സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു തോമസും അറിയിച്ചു.